गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। നമ്മൾ മൂന്നാം പ്രശ്നം ആരംഭിക്കുകയാണ്. ഒന്നാം പ്രശ്നത്തിൽ എവിടെ നിന്നാണ് എല്ലാ പ്രജകളും ഉണ്ടാകുന്നത്? മറുപടി പറഞ്ഞു, രയി പ്രാണങ്ങളിൽ നിന്നാണ്. പ്രജാപതി, രയി, പ്രാണൻ, ദ്രവ്യം, ഊർജം, ഈ രണ്ട് ഭാവങ്ങളിൽ പിരിഞ്ഞ് ഇവയിലൂടെ സർവസൃഷ്ടിജാലങ്ങളും ഉണ്ടാവുമെന്ന് സങ്കല്പിച്ചു. സംവത്സരം, മാസം, ദിവസം, അന്നം എന്നിങ്ങനെ ക്രമമായി പ്രജാപതി ഭാവത്തെ പറഞ്ഞു. ഈ രയി പ്രാണാത്മകമായ പ്രജാപതിയിൽ നിന്നാണ് പ്രജകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ചോദ്യം വന്നു, ശരി, അങ്ങനെയുണ്ടായ പ്രജകളെ എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്? ആരാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്? ശരീരഗതമായ ദേവതകളിൽ പ്രധാനി ആരാണ്? ഇതിന് മറുപടി പറഞ്ഞു, പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളുമൊക്കെയാണ് ധരിക്കുന്നത്. അവയിൽ പ്രധാനി വരിഷ്ഠൻ പ്രാണനാണ്. പ്രാണന്റെ വശത്തിലാണ് മറ്റെല്ലാ കരണങ്ങളും. അപ്പോഴാണ് അടുത്ത പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം വരുന്നത്. അഥ ഹൈനം കൗസല്യശ്ചാശ്വലായന പപ്രച്ഛ ഭഗവൻ കുത ഏഷ പ്രാണോ ജായതേ കഥമായാത്യസ്മിൻ ശരീരേ ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തേ കഥമധ്യാത്മമിതി. ആശ്വലായനായ കൗസല്യൻ 6 പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത്. ഇങ്ങനെ ശരീരത്തെ ധരിക്കുന്ന വരിഷ്ഠനായ പ്രാണൻ, അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. പ്രാണൻ എവിടുന്നാണ് ഉണ്ടാവുന്നത്? കുതയേഷ പ്രാണോ ജായതേ, എവിടെ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്? 2, ഈ ശരീരത്തിൽ എവിടെ നിന്ന് എങ്ങനെ വരുന്നു? 3, തന്നെ തന്നെ സ്വയം വിഭജിച്ച് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? 4, എങ്ങനെ ഉത്ക്രമിക്കുന്നു, എങ്ങനെ ശരീരം വിട്ടുപോകുന്നു? 5, എങ്ങനെയാണ് ബാഹ്യമായതിനെയൊക്കെ ധരിക്കുന്നത്? 6, എങ്ങനെയാണ് ആഭ്യന്തരമായതിനെ, അധ്യാത്മമായതിനെ ധരിക്കുന്നത്? ഇത്രയും പ്രശ്നം ഒന്നിച്ചാണ് കൗസല്യൻ ചോദിച്ചത്. ഇത് കേട്ട ഉടനെ പിപ്പലാദൻ പറയുകയാണ്, തസ്മൈ സഹോവാച അതിപ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. തസ്മൈ സഹോവാച അതിപ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. തസ്മൈ, ഇപ്രകാരം ചോദിച്ച കൗസല്യനോടായിക്കൊണ്ട്, സഹ, അവൻ, പിപ്പലാദ മഹർഷി,
ഹ ഉവാച പറഞ്ഞു പോയി. പ്രകാരം ചോദിച്ച കൗസല്യനോട് വിപലാദ മഹർഷി പറഞ്ഞു. എന്താ പറഞ്ഞേ? അതിപ്രശ്നാൻ പൃച്ഛസി. ഓ, നീ അതിപ്രശ്നങ്ങളെ ചോദിക്കുന്നുവല്ലോ. ഇതെന്ത് കഥയാണത്? 6 ചോദ്യം ചോദിച്ച്. അതിപ്രശ്നാൻ പൃച്ഛസി, അതിക്രമിച്ച് ചോദിക്കുന്നു. നീ കുറച്ച് കടന്ന ചോദ്യങ്ങളെ ചോദിക്കുന്നു. ചോദിക്കണേനും വേണ്ട ഒരു മര്യാദ. മാത്രമല്ല, നീ ചോദിക്കുന്നത് വളരെ കുറച്ച് കടന്ന ചോദ്യങ്ങളാ, എണ്ണത്തിൽ മാത്രമല്ല. 6 ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല പ്രശ്നം. പിന്നെ കരണങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ് പ്രാണൻ. ആ പ്രാണന്റെ ജന്മത്തെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത്. പ്രാണൻ തന്നെ സൂക്ഷ്മം. സൂക്ഷ്മമായ പ്രാണന്റെയും ജന്മത്തെയാണ് നീ ചോദിക്കുന്നത്. അത് നീ മനസ്സിലാക്കൂ. അതുകൊണ്ട് നീ വളരെ സൂക്ഷ്മമായ ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രാണൻ തന്നെ സൂക്ഷ്മമാണ്, അതിൻ്റെയും ഉത്പത്തിയെക്കുറിച്ചാണല്ലോ നീ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതിപ്രശ്നാൻ പൃച്ഛസി, നീ അതിപ്രശ്നങ്ങളെ ചോദിക്കുന്നു. അതീത്യ ത്വം പൃച്ഛസി, കുറച്ച് കടന്നിട്ട് നീ ചോദിക്കുന്നു. അപ്പൊ അതിപ്രശ്നാൻ പൃച്ഛസി എന്ന് പറഞ്ഞാൽ ഗുരുനാഥന് വേണമെങ്കിൽ മറുപടി പറയാതിരിക്കാം. അല്ല, ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലായാൽ പറയുകയും ചെയ്യാം. അതുകൊണ്ട് പറയാണ്, ബ്രഹ്മിഷ്ഠോസി, നീ ബ്രഹ്മിഷ്ഠനാണ്. നീ അതിശയേന ബ്രഹ്മനിഷ്ഠയുള്ളവനാണ്. നീ ഒരു സാധാരണക്കാരനല്ല, അതിശയേന ബ്രഹ്മനിഷ്ഠയുള്ളവനാണ് നീ. എന്ന് വെച്ചാൽ അർത്ഥം, നീ ഗൂഢമായത് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. തസ്മാദേഹം ബ്രവീമി, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരാള് ഒരു സൂക്ഷ്മമായ പ്രശ്നം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ സൂക്ഷ്മമായ മറുപടി പറഞ്ഞു കൊടുത്തോളണമെന്നില്ല. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്നൊന്നും തിരിച്ചറിയാതെയും ചോദിക്കാം. ചോദിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ചോദിച്ച ആൾക്ക് എത്ര ഉൾക്കൊള്ളാനുള്ള ക്ഷമതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചേ പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവിടെ ഗുരുനാഥൻ പറഞ്ഞു, ത്വം ബ്രഹ്മിഷ്ഠഹാസി, നീ അതിശയേന ബ്രഹ്മനിഷ്ഠനാണ്. തസ്മാദേഹം ബ്രവീമി, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. ചില അർത്ഥം, നീ ചോദിച്ച വിഷയത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ നിനക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശിഷ്യന്റെ യോഗ്യതയെ ശരിക്ക് നിർണയിക്കുന്ന ഗുരുനാഥൻ. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പ്രശ്നകർത്താവ് പ്രശ്നം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഉത്തരം പറയേണ്ടതില്ല. മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിലേ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് ഗുരുനാഥന് മനസ്സിലായി, അവന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. തസ്മാദേഹം ബ്രവീമി, അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നു. എന്താ മറുപടി? ആത്മന യേഷ പ്രാണോ ജായതേ യഥൈഷാ പുരുഷേ ഛായ ഏതസ്മിന്നേതദാതതം മനോകൃതേനായാത്യസ്മിൻ ശരീരേ. ആത്മന യേഷ പ്രാണോ ജായതേ യഥൈഷാ പുരുഷേ ഛായ ഏതസ്മിൻ ഏതദാതതം മനോകൃതേനായാത്യസ്മിൻ ശരീരേ. പറഞ്ഞു തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം കുത ഏഷ പ്രാണോ ജായതേ എന്നായിരുന്നു. ഈ പ്രാണൻ എവിടെ നിന്നാണ് ജനിക്കുന്നത്? മറുപടി ആത്മന ഏഷ പ്രാണോ ജായതേ. ആത്മന ഏഷ പ്രാണോ ജായതേ, ആത്മാവിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്. പ്രാണൻ ജനിക്കുന്നത് തന്നിൽ നിന്ന് തന്നെയാണ്. യാതൊരു ഉണ്മയുണ്ടോ, യാതൊരു പാരമാർത്ഥികമായ സത്തയുണ്ടോ, ഈ ഉണ്മയിൽ നിന്ന് തന്നെയാണ് പ്രാണൻ ജനിക്കുന്നത്.
അതെ, ഇവിടെ പ്രാണനെന്നല്ല, സകല ജഗതുത്പത്തി, സകല ജീവരാശികളുടെയും ആവിർഭാവം സംശയമൊന്നുമില്ല ചൈതന്യ സ്വരൂപത്തിൽ നിന്നാവാനേ തരമുള്ളൂ. ബ്രഹ്മസൂത്രകാരൻ ജന്മാദ്യസ്യ യതഃ എന്ന സൂത്രത്തിലൂടെ വർണ്ണിച്ചതിനെ ഇനി അങ്ങോട്ട് വിസ്തരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഭഗവാൻ ഭാഷ്യകാരൻ വിസ്തരിക്കുന്നുണ്ട് തന്റെ ഭാഷ്യത്തിൽ. അവിടെ ജഡമായ പ്രകൃതിയിൽ നിന്നോ ജഡങ്ങളായ പരമാണുക്കളിൽ നിന്നോ ഒരിക്കലും പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ അല്പമൊന്ന് നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം, അത്ഭുതകരമായൊരു രചനാ ബീജം ഇതിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനമായിട്ടുണ്ട്. അത്ഭുതകരമാണത്. അത്ര ചേരുംപടിയുള്ള ചേർച്ച. ഓരോ ഘടകത്തിന്റെയും സവിശേഷത പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചൈതന്യ വിലാസം അവിടെയൊക്കെ കാണാൻ പറ്റും. അത്ഭുതപ്പെടുത്തുന്നൊരു ചൈതന്യ വിലാസം. അതുകൊണ്ട് തന്നെ ചിദ്രൂപമായ പരമാത്മാവിൽ നിന്ന് മാത്രമേ ഈ ജഗത്തിന്റെ ആവിർഭാവം സാധിക്കൂ എന്ന് വ്യക്തമായി സമർത്ഥിക്കും. അപ്പോൾ ജഗത്തെന്നോ അല്ലെങ്കിൽ ജീവനെന്നോ ഈശ്വരനെന്നോ ഒന്നും വേർപെടുത്തി പറയേണ്ട ആവശ്യമില്ല. എന്തുണ്ടോ എല്ലാം ഒരു ഉണ്മയിൽ നിന്ന്, ഒരാത്മസ്വരൂപത്തിൽ നിന്ന് പ്രകടമായത്, അതിൽ തന്നെ നിലകൊള്ളുന്നത്, അതിൽ തന്നെ വിലയിക്കുന്നത്. ഇതാണ് സത്യം. അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ആത്മനയേഷ പ്രാണോ ജായതേ. ആത്മനഃ, ആത്മാവിൽ നിന്ന്, ഏഷഃ പ്രാണഃ, ഈ പ്രാണൻ, ജായതേ, ജനിക്കുന്നു. എങ്ങനെയാണോ പുരുഷനിൽ ഛായ, ഒരു മനുഷ്യന്റെ നിഴല് അല്ലെങ്കിൽ പ്രതിബിംബം, രണ്ട് പറഞ്ഞാലും ഒന്നുമില്ല, ഒന്നുകിൽ നിഴൽ പറഞ്ഞോളൂ അല്ലെങ്കിൽ പ്രതിബിംബം പറഞ്ഞോളൂ. കണ്ണാടി തുടങ്ങിയ ഉപാധികളിൽ പ്രതിബിംബം, വെയിൽ തുടങ്ങിയ പ്രകാശഭാവങ്ങളാൽ നിഴലും. ഇവ വാസ്തവത്തിൽ എവിടെയാ നിലകൊള്ളുന്നത്? തന്നിൽ തന്നെയാ നിലകൊള്ളുന്നത്. ഇപ്പൊ കണ്ണാടിയിലാണ് പ്രതിബിംബം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 100 കണ്ണാടി വെച്ചാൽ 100 പ്രതിബിംബം തന്നെ അതുണ്ടാവും. എണ്ണമറ്റ പ്രതിബിംബ ഭാവങ്ങൾ ഉണ്ടാവും. പക്ഷേ കണ്ണാടിയിൽ പുറമെയായി കാണപ്പെടുന്ന പ്രതിബിംബം വാസ്തവത്തിൽ തന്റെ അപേക്ഷയിലാണ്, തന്നിൽ തന്നെയാണ്. ഉപാധിഗതമായി കണ്ണാടിയിൽ കാണപ്പെടുന്നു, ശരിയാണ്. ഉപാധിഗതമായി കണ്ണാടിയിൽ കാണപ്പെടുന്ന പ്രതിബിംബം വാസ്തവത്തിൽ തന്നിൽ തന്നെയായിരിക്കണത്. തന്നിൽ നിന്നുണ്ടായി തന്നിൽ തന്നെ വിലയിക്കുന്നു. മധ്യകാലത്ത് ഉപാധിയിൽ നിൽക്കുന്ന, കണ്ണാടിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് വേർപെട്ട ഒരു പ്രതിബിംബം കാണപ്പെടുന്നത്. സൂക്ഷ്മമായി ചിന്തിക്കുക. ഇതേപോലെ പ്രാണൻ തന്നിൽ വർത്തിക്കുന്നു. ആത്മാവിൽ നിന്ന് പ്രകടമായി ആത്മാവിൽ തന്നെ ഏതത് ആതതം, ഇത് വ്യാപ്തമാണ്, ഊടും പാവുമായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് മറുപടി. ഒന്നാമത്തെ ചോദ്യം, കുത കുതയേഷ പ്രാണോ ജായതേ.
എവിടെ നിന്നാണ് ഈ പ്രാണൻ ജനിക്കുന്നതെന്നായിരുന്നു ചോദ്യം. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അടിസ്ഥാനപരമായ ഉണ്മയിൽ നിന്ന്, അസ്തിത്വത്തിൽ നിന്ന്, സത്തയിൽ നിന്ന്, ആത്മാവിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം കഥമായാത്തി അസ്മിൻ ശരീരേ എന്നാണ്. എങ്ങനെയാണ് ഈ ശരീരത്തിൽ വന്നു ചേരുന്നത്? കഥമായാതി അസ്മിൻ ശരീരേ. മറുപടി മനോകൃതേനായാത്തി അസ്മിൻ ശരീരേ. മനോകൃതേന ആയാതി അസ്മിൻ ശരീരേ. മനോകൃതേന, മനസ്സിനാൽ ചെയ്യപ്പെടുന്നതിനെ കൊണ്ട്, സംസ്കാരത്തെ കൊണ്ട്, അസ്മിൻ ശരീരേ ആയാതി, ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, പ്രാണൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വായുവികാരമല്ല, മറിച്ച് സകല വായുവികാരങ്ങളുടെയും തന്നെ നിയാമകനായിരിക്കുന്ന ജീവാത്മഭാവമാണ്. യാതൊരു ഭാവമാണോ പ്രാണൻ, അപാനൻ തുടങ്ങിയ വിവിധ ഭാവങ്ങളിൽ ഇരിക്കുന്നത്. അതായത് ജീവാത്മാ എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ജീവാത്മാ എന്ന് പറയുന്നതും ശരിയല്ല. പിന്നെന്ത് പറയണം? അതായത് സൂക്ഷ്മോപാധികളോടുകൂടെ ജന്മാന്തരത്തിലെ സംസ്കാരങ്ങളെ ആലേഖനം ചെയ്തുകൊണ്ട് ഈ ജന്മത്തിന്റെ അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന ജീവഭാവം. അവിടെ ആത്മാ എന്ന് മാത്രം പറയുമ്പോൾ ഉപാധികളൊന്നും അവിടെ വരുന്നില്ല. ഇവിടെ ഉപാധികളൊക്കെ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരം, അത് തന്നെ ഒന്നും കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, പ്രാണങ്ങൾ, ഇവ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിലാണ് സർവ്വ സംസ്കാരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സകല സംസ്കാരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതായ സൂക്ഷ്മ ശരീരത്തോടു കൂടി ജീവഭാവം ദേഹത്തിൽ നിന്ന് ദേഹാന്തരത്തെ പ്രാപിക്കുന്നു. എന്താണ് ഈ ജീവഭാവത്തിന്റെ പാരമാർത്ഥികമായ സ്വരൂപമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ദേഹത്തെയും ഉപാധികളെയും ഒക്കെ നമ്മൾ മാറ്റി കേവലമായ സച്ചിസ്വരൂപത്തെ ബോധിക്കുന്നത്. ആ സച്ചിസ്വരൂപമല്ലിവിടെ, മറിച്ച് ഉപാധിയോട് കൂടിയിട്ടുള്ള ഭാവം. ഉപാധിയോട് കൂടിയിട്ടുള്ള ഭാവം. ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത് മനോകൃതേനായാത്യസ്മിൻ ശരീരേ. മനസ്സിനാൽ ചെയ്യപ്പെടുന്ന സംസ്കാരത്തിനനുസരിച്ച് ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. ആരും തന്നെ ഒരു ഒഴിഞ്ഞ പേപ്പറോട് കൂടിയിട്ടല്ല വരുന്നത്. എല്ലാവരും വരുന്നത് ജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ച സംസ്കാരങ്ങളോട് കൂടിയിട്ടാണ്. എന്ന് മാത്രമല്ല, ആ സംസ്കാരം ഏത് വിധത്തിലുള്ളതാണോ അതിനനുസരിച്ചാണ് ദേഹത്തെ പ്രാപിക്കുന്നത്. ഇതിൽ സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് പറഞ്ഞു മനോകൃതേനായാത്യസ്മിൻ ശരീരേ. മനോകൃതമായിരിക്കുന്ന സംസ്കാരത്തെ കൊണ്ട് ദാ ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. എന്നിട്ടോ വന്നിട്ട് പറയാണ് യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥകേവ സന്നിധത്തെ. യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥകേവ സന്നിധത്തെ. യഥാ, എപ്രകാരമാണോ, ദൃഷ്ടാന്തം പറയുകയാണ്. സൂക്ഷ്മ വിഷയങ്ങളെ മനസ്സിലാക്കാൻ എപ്പോഴും ദൃഷ്ടാന്തം നല്ലതാണ്. പക്ഷേ ഒരു ദൃഷ്ടാന്തവും തന്നെ ആര് പറഞ്ഞാലും പൂർണ്ണമല്ല. ഏകദേശത്തെ ബോധിപ്പിക്കാനേ ദൃഷ്ടാന്തം കൊണ്ട് സാധിക്കൂ. ആ ദൃഷ്ടാന്തം കൊണ്ട് എന്താണോ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക, എന്നിട്ട് ദൃഷ്ടാന്തത്തെ തള്ളിക്കളയുക. അതാണ് വേണ്ടത്. അപ്പോൾ ദൃഷ്ടാന്തം യഥാ, എപ്രകാരമാണോ സമ്രാട്ട്, ചക്രവർത്തി,
സമ്രാട്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശോഭിക്കുന്നവനെന്ന അർത്ഥം. പക്ഷെ അതിന്റെ പ്രയോഗം ചക്രവർത്തി എന്ന നിലയ്ക്കാണ് രൂഢമായിട്ടുള്ളത്. അതുകൊണ്ട് ചക്രവർത്തി. ഇവിടെ രാജാവെന്ന് കൊടുക്കാം, അതിന് വിരോധമില്ല. ഈ മന്ത്രത്തിൽ രാജാവെന്ന് എടുത്താലും വിരോധമില്ല. എങ്കിലും ചക്രവർത്തി എന്നാ പറയണ്ടേ. എപ്രകാരമാണോ ചക്രവർത്തി അഥവാ രാജാവ് അധികൃതാൻ വിനിയുക്തേ, അധികാരികളെ നിയോഗിക്കുന്നത്, അധികാരികളെ വിനിയോഗിക്കുന്നത്, ഓരോ പ്രദേശത്തും ഭരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം അധികാരികളെ തന്റെ കീഴിൽ വയ്ക്കുന്നു. എങ്ങനെ അധികാരികളെ വയ്ക്കുന്നത്? ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വ, ഈ ഗ്രാമങ്ങളെ നീ അധിഷ്ഠാനം ചെയ്ത് ഭരണനിർവഹണം ചെയ്യൂ എന്ന്. അപ്പൊ കുറെ ഗ്രാമങ്ങൾ ഒരു അധികാരിയുടെ കീഴിൽ കൊടുക്കും, വേറെ കുറെ ഗ്രാമങ്ങൾ വേറൊരു അധികാരിയുടെ കീഴിൽ കൊടുക്കും. അങ്ങനെ അനേകം അധികാരികൾക്ക് മൊത്തം രാജ്യത്തിന്റെ ഭരണം വിഭജിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചക്രവർത്തി ചെയ്യുന്നത്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലുള്ളതാണെന്ന് ശ്രദ്ധിക്കുക. വേദം. അപ്പോൾ അനേക ഗ്രാമങ്ങളെ പ്രത്യേകം പ്രത്യേകം അധികാരികൾക്ക് വിഭജിച്ചു കൊടുത്ത് നിർദ്ദേശിക്കുന്നു, ഇത് നിങ്ങൾ നോക്കി ഭരിച്ചോളണമെന്ന്. എന്നിട്ട് അവരൊക്കെ ചക്രവർത്തിയുടെ കീഴിലായിരിക്കും. ചക്രവർത്തി കൊടുത്ത നിയമത്തിനനുസരിച്ച് അവർ ഭരിച്ചാൽ അവർക്ക് ഭരിക്കാം. അതാണ്. അങ്ങനെ ഗ്രാമാധികാരികളെ ചക്രവർത്തി നിയോഗിക്കുന്നത് പോലെ ഏവമേവ, അതേപോലെ ഏഷ പ്രാണഃ, ഈ പ്രാണൻ, ഈ മുഖ്യപ്രാണൻ, യാതൊന്നിനെ കുറിച്ചാണോ ആത്മനയേഷ പ്രാണോ ജായതേ മനോഹൃതേനായത്യസ്മിൻ ശരീരേ എന്നൊക്കെ പറഞ്ഞത്, മനസ്സിൽ ചെയ്ത സംസ്കാരത്തിനനുസരിച്ചാണ് വന്നു ചേരുന്നത് എന്നൊക്കെ ഏതൊരു പ്രാണനെ സംബന്ധിച്ച് പറഞ്ഞുവോ, ഈ പ്രാണൻ പൃഥക് പൃഥക് ഇതരാൻ പ്രാണാൻ സന്നിധത്തെ, വേറെ വേറെ മറ്റ് പ്രാണങ്ങളെ സന്നിധാനം ചെയ്യിപ്പിക്കുന്നു. എല്ലാ പ്രാണഭേദങ്ങളെയും പ്രത്യേകം പ്രത്യേകം പൃഥക് പൃഥക് വേർപെടുത്തി സന്നിധാനം ചെയ്യിക്കുന്നു. ഒരു ഗ്രാമത്തിൽ അധികാരിയെ വെച്ചു, അതേ ഗ്രാമത്തിന് വേറെ അധികാരിയെ വെച്ചാൽ ശരിയാവില്ല, ആകെ പ്രശ്നമാവും. അതുപോലെ പ്രത്യേകം പ്രത്യേകം അധികാരികളെ വിഭജിച്ച് വയ്ക്കുന്നു. അതെങ്ങനെയാ വിഭജിച്ച് വെക്കുന്നത്? മറുപടി, വായോപസ്ഥേപാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേ തു സമാനഃ ഏഷ ഹ്യേതദ്ഭുതമന്നം സമം നയതി തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. വായോപസ്ഥേപാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേ തു സമാനഃ ഏഷ ഹ്യേതദ്ഭുതമന്നം സമം നയതി തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. വായൂപസ്ഥേ അപാനം, ഓരോരോ പ്രാണങ്ങളെ നിയോഗിക്കുന്നത് പറയുകയാണ്. ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് സ്വയം പലതായി പിരിഞ്ഞ് ശരീരത്തെ നിലനിർത്തുന്നത് എന്നാണ് ചോദ്യം. മറുപടി, പായൂപസ്ഥേപാനം, പായുവിലും ഉപസ്ഥത്തിലും അപാനനെ നിയോഗിക്കുന്നു. നീ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. മലമൂത്രാദി വിസർജന ധർമ്മം ചെയ്യുന്ന ആളാണ് പായു. ലൈംഗിക ചേഷ്ടകളെ ചെയ്യുന്ന ആളാണ് ഉപസ്ഥം. അപ്പൊ പായു, ഉപസ്ഥം ഈ സ്ഥാനങ്ങളിലേക്ക് അപാനനെ പിടിച്ചിരുത്തി. അതാണ് അപാനന്റെ സ്ഥാനം. അടിവയറിന് താഴേക്കാണ് അപാനന്റെ സ്ഥാനം. ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണഃ സ്വയം പ്രാതിഷ്ഠതേ.
പൊതുവെ വകുപ്പ് വിഭജനം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് താൻ തന്നെയാ വെക്കുക. അങ്ങനെയാണ് പതിവ്, അല്ലേ? മന്ത്രിസഭയിലൊക്കെ പ്രധാന വകുപ്പ് താൻ തന്നെ വെക്കും. അല്ലെങ്കിൽ ഇതിന് അർത്ഥമില്ല. പിന്നെ മുഖ്യൻ എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അല്ലാണ്ട് പ്രധാന വകുപ്പൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു, താൻ പേരിന് അതിലർത്ഥമില്ല. അതുകൊണ്ട് പ്രാണൻ എന്ത് ചെയ്തു? മുഖനാസികാഭ്യാം ചക്ഷുശ്രോത്രേ, ചക്ഷുസ് ശ്രോത്രം തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ, കണ്ണ്, ചെവി, മുഖം, മുഖം വായ, നാസിക മൂക്ക് തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ താൻ സ്വയം പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു. അതായത് കഴുത്തിന് മുകളിലുള്ള സ്ഥാനങ്ങളിലൊക്കെ സ്വയം താൻ തന്നെ ഇരുന്നു, പ്രാണൻ തന്നെ. അടിവയറിന് താഴേക്ക് അപാനനെ ഇരുത്തി കഴുത്തിന് മുകളിലുള്ള സ്ഥാനങ്ങളിൽ താൻ സ്വയം ഇരുന്നു, പ്രാണൻ. മൂക്കിലൂടെ അകത്തോട്ടും പുറത്തോട്ടും വായിലൂടെ അകത്തോട്ടും പുറത്തോട്ടൊക്കെ വന്നുകൊണ്ട് യവനായിരിക്കുന്നത്. കണ്ണ്, ചെവി തുടങ്ങിയ സ്ഥാനങ്ങളിലൊക്കെ യവനാണ് പ്രവർത്തിക്കുന്നത്, പ്രാണൻ. സ്ഥാനങ്ങൾ മനസ്സിലാക്കണേ. മധ്യേതു സമാനഹ, നടുക്ക് സമാനനിരിക്കുന്നു. നടുക്ക് സമാനനെ ഇരുത്തി. നടുക്കെന്ന് പറഞ്ഞാൽ അടിവയറിന് മുകളിലോട്ട് കണ്ഠത്തിന് താഴോട്ടുള്ള സ്ഥലത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് സമാനനാണ്. അതാണ് സമാനന്റെ സ്ഥാനം, സമാനവായു. ഇവന്റെ പരിപാടി കഴിച്ച അന്നത്തെ, കുടിച്ച വെള്ളത്തെ ഒക്കെ സമീകരിക്കുക എന്നുള്ളതാണ് പ്രധാന ഇടപാട്. ഏഷഹ്യേതൂതമന്നം സമന്നയതി, ഹോമിക്കപ്പെടുന്ന അന്നത്തെ സമീകരിക്കുന്നു. ഹുതം അന്നം, ഹോമിക്കപ്പെട്ട അന്നം. ഭുക്തമന്നം എന്നല്ല പറഞ്ഞത്, ഭക്ഷിക്കപ്പെട്ട അന്നം എന്നല്ല പറഞ്ഞത്. ഹുതമന്നം, ഹോമിക്കപ്പെട്ട അന്നം എന്ന് വെച്ചാൽ ഹോമകുണ്ഡം അകത്തിരിക്കുന്നു. ഹോമകുണ്ഡത്തിൽ വൈശ്വാനരാഗ്നി ജ്വലിക്കുന്നു. നമ്മുടെ ഉദരത്തിൽ വൈശ്വാനരാഗ്നി ജ്വലിക്കുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന നിലയ്ക്ക് വൈശ്വാനരാഗ്നിയായിട്ട് എല്ലാവരുടെയും ഉദരത്തിലിരിക്കുന്ന ഒരു അഗ്നിയുണ്ട്. അഗ്നി ജ്വലിക്കണമെങ്കിൽ അതിനെന്ത് വേണം? കാറ്റ് വേണം, വായു വേണം. സമാനനാണ് ഈ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. സമാനം വേണ്ട വിധത്തിൽ ഇങ്ങനെ നൽകപ്പെടുമ്പോൾ ഹോമകുണ്ഡം ശരിക്ക് ജ്വലിക്കും. അങ്ങനെ ശരിക്ക് ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് ആവശ്യത്തിന് ഹവിസിടുമ്പോൾ ഹോമം മര്യാദയ്ക്ക് നടക്കും. അഗ്നിക്ക് ക്ഷീണം വന്നാൽ ഹോമപ്രക്രിയ ശരിയാവില്ല. അതുപോലെ ഉദരാഗ്നിക്ക് ക്ഷീണം വന്നാൽ ദഹന പ്രക്രിയ ശരിയാവില്ല. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അഗ്നിവർദ്ധകമായിട്ടുള്ളത് ചെയ്യണം. രണ്ട്, ഹവിസിന്റെ അളവ് കുറയ്ക്കണം. അത് നമുക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. ഹവിസിന്റെ അളവ് കുറയ്ക്കണം. ഹവിസിന്റെ അളവ് മാത്രം കുറച്ചാൽ പോരാ, അധികം കട്ടിയുള്ള ഹവിസൊക്കെ ഒന്ന് കുറയ്ക്കണം. ഹവിസിന്റെ രീതികളും കുറയ്ക്കണം. കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ ശീലിക്കണം. അപ്പൊ ഈ അഗ്നിയുടെ ഓരോ സമയത്തുള്ള തീവ്രത മനസ്സിലാക്കിയിട്ട് വേണം ഹവിസ് നിർണയിക്കാൻ. ഇതിൽ തന്നെ ഈ ആയുർവേദാചാര്യന്മാര് ഓരോ ഋതുവിലും മാറ്റങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഋതുവിലും കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ. ഋതുചര്യ ആയുർവേദത്തിൽ പ്രധാനമാണ്. നമ്മൾ പൊതുവെ അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കണില്ല. എല്ലാ 12 മാസവും നമ്മൾ ഒരുപോലെയൊക്കെ തന്നെയുള്ള ഭക്ഷണം കഴിക്കുന്നത്. ആയുർവേദജ്ഞന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല, ഓരോ ഋതുവിനനുസരിച്ച് ആഹാരം ശീലിക്കണം എന്നുള്ളത്. ഇതിരിക്കട്ടെ, ഏതായാലും കൊള്ളാം. അപ്പോൾ അഗ്നി, ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന സമാനവായു, അതിലേക്ക് ഹുതം, ഹോമിക്കപ്പെട്ട അന്നം, അന്നത്തെ സമം നയതി, സമമായി നയിക്കുന്നു സമാനൻ. തസ്മാത്, അതുകൊണ്ട്, അഥവാ അതിൽ നിന്ന്, ഏതാഹ സപ്താർച്ചിഷഃ ഭവന്തി, ഈ 7 ജ്വാലകൾ ഉണ്ടാവുന്നു. ഈ ഹോമകുണ്ഡത്തിൽ മര്യാദയ്ക്ക് അർച്ചിക്കപ്പെടുമ്പോഴാണ് 7 ജ്വാലകൾ മുകളിലേക്ക് പൊന്തണത്.
ഏതൊക്കെ 7 ജ്വാലകൾ? 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 1 വായ. ഇതാണല്ലോ മുകളിലേക്ക്. ഹോമകുണ്ഡത്തിൽ നമ്മൾ ഹോമിക്കുന്ന സമയത്ത് മുകളിലേക്കാണ് അർച്ചിസുകൾ പൊന്തുന്നത്, ജ്വാലകൾ പൊന്തുന്നത്. അപ്പൊ ഈ ഹോമകുണ്ഡത്തിൽ നിന്ന് മുകളിലേക്ക് പൊന്തുന്നതാണ് ഈ 7 ജ്വാലകൾ. കണ്ണിലൂടെ 2, ചെവിയിലൂടെ 2, വായ 1, മൂക്ക് 2. അപ്പൊ ഈ അർച്ചിസുകൾ നേരെയാവണമെങ്കിൽ ഹോമം നേരെയാവണം. ഹോമത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഇതിനെ ബാധിക്കും. ഈ 7 എണ്ണത്തെ ചെറിയ എന്തെങ്കിലും ഹോമത്തിൽ മാറ്റം വന്നാൽ തന്നെ പെട്ടെന്ന് കണ്ണ് കണ്ടാൽ മനസ്സിലാവും. ആർക്ക് മനസ്സിലാവും? മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലേ? അതെ, കണ്ണ് കണ്ടപ്പം മനസ്സിലാവും. ഒരു ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. ഹോമം ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം കാണും. അതുപോലെ ചെവിക്ക് മാറ്റങ്ങൾ വരും, മൂക്കിന് മാറ്റങ്ങൾ വരും, വായയ്ക്ക് മാറ്റം വരും. വൈദ്യന്മാർ പരിശോധന ചെയ്യുമ്പോൾ ആദ്യം നാവ് പരിശോധിക്കും. നാവ് നോക്കി രുചി അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കും. ഈ ജ്വാല നേരെയാണോ എന്നാ. ജ്വാല നേരെയാണെങ്കിൽ അതങ്ങനെയാ, കാര്യത്തിലൂടെയാണല്ലോ കാരണാനുമാനം. ജ്വാലകൾ 7 ശരിയാണെങ്കിൽ ഹോമം വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ടെന്ന് അർത്ഥമാണ്. ഹോമം വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ടെങ്കിൽ വായുവിന്റെ വികാരങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമാണ്, കോപമില്ല എന്നാണ്. തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. അപ്പോൾ എങ്ങനെയാണ് താൻ പലതായി പിരിഞ്ഞിട്ട് വിഭജിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു? പ്രാണൻ, അപാനൻ, സമാനൻ. പ്രാണൻ കണ്ണ്, ചെവി തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെയും വായ, നാസിക തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെയും സ്വയം നിലകൊള്ളുന്നു. വായുപസ്ഥ അപാനം, വായു ഉപസ്ഥം തുടങ്ങിയ സ്ഥാനങ്ങളിൽ അടിവയറിന് താഴേക്ക് അപാനനെ ഇരുത്തി. മധ്യേതു സമാനഹ, നടുക്ക് സമാനനെ ഇരുത്തി. സമാനന്റെ പണി ഹുതമായിരിക്കുന്ന അന്നത്തെ സമം നയിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആ പേര് ഇട്ടിട്ടുള്ളത് സമാനൻ. സമമായി ഉള്ള ചേഷ്ടയെ ചെയ്യിക്കുന്നവനാണ് സമാനൻ. പിന്നെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വായു പ്രാണന്റെ വകഭേദങ്ങൾ. ഹൃദിഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസപ്തതി പ്രതിശാഖാ നാഡീ സഹസ്രാണി ഭവന്തി ആസു വ്യാനശ്ചരതി. ഹൃദിഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസപ്തതിർ പ്രതിശാഖാ നാഡീ സഹസ്രാണി ഭവന്തി ആസു വ്യാനശ്ചരതി. പറയാണ് ഹൃദിഹ്യേഷ ആത്മാ, ഹൃദയത്തിലാണ് ഈ ആത്മാവിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ്. കഠോപനിഷത്തിലും മറ്റും അങ്കുഷ്ഠമാത്ര പുരുഷ മധ്യ ആത്മനി തിഷ്ഠതി, ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യകസ്യതി, മധ്യേ വാമനമാസീനം വിശ്വേ ദേവ ഉപാസത എന്നൊക്കെ നമ്മൾ കഠോപനിഷത്തിൽ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പ്രാണനെ മുകളിലേക്കും അപാനെ താഴേക്കും തള്ളിക്കൊണ്ട് നടുക്കിരിക്കുന്ന പൂജ്യനെ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു, ബലിയ കൊടുക്കുന്നു എന്നൊക്കെ. അതാണ് പറയുന്നത് ഹൃദിഹ്യേഷ ആത്മാ, ഈ ജീവാത്മഭാവം ഹൃദയത്തിലിരിക്കുന്നു. എവിടെയാ ഹൃദയം എന്ന് വെച്ചാൽ മധ്യത്തിലെന്ന് അർത്ഥം. അത് ധാരണാ സൗകര്യത്തിന് പറയുക. ഈ ഹൃദയത്തിൽ നിന്ന് നാഡികൾ പുറത്തേക്ക് പോകുന്നു. എത്രയാ നാഡി? അത്ര ഏതത് ഏകശതം നാഡീനാം ഏകശതം ഭവന്തി. നാഡികളുടെ 101 ഉണ്ടാവുന്നു. അത് നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. ശതം ചൈക ഹൃദയസ്യ നാഡ്യ എന്ന്. ഹൃദയത്തിൽ നിന്നുള്ള നാഡികൾ എത്രയാ? 101. അപ്പൊ 101 നാഡികൾ.
നാഡികൾ, മുഖ്യനാഡികൾ 101. താസാം അവയ്ക്ക് ഓരോന്നിനും ശതം ശതം ഏകൈകസ്യാം, ഓരോന്നിലും 100. അപ്പൊ ഓരോന്നിനും ശാഖാനാഡികൾ 100 വീതം. അപ്പൊ എത്രയാ ശാഖാനാഡികള്? 10,100 ആണല്ലോ, അല്ലേ? നാഡികൾ 101, ശാഖാനാഡികൾ 10,100. അപ്പൊ നാഡികളും ശാഖാനാഡികളും കൂട്ടിക്കഴിഞ്ഞാൽ 10,201. ഇനി പറയാണ്, പ്രതിശാഖാനാഡീ സഹസ്രാണി ദ്വാസപ്തതിർദ്വാസപ്തതിഹി ഭവന്തി. ഈ ഓരോ ശാഖാനാഡിക്കും പ്രതിശാഖാനാഡികളുണ്ട്. അത് കൂട്ടുപണഞ്ഞ് കിടക്കുന്നതാ. അത് 72,000 വീതമുണ്ട്. ഓരോ ശാഖാനാഡിക്കും 72,000 വീതം പ്രതിശാഖാനാഡികൾ. ഇതിനൊക്കെ തിരിച്ചറിയാൻ വിഷമാണ്. ഇതിൽ ഈ ശാഖാനാഡികളെയൊക്കെ പ്രഗത്ഭന്മാർ തിരിച്ചറിഞ്ഞൊന്ന് വരും. ഈ പ്രതിശാഖാനാഡികളെയൊക്കെ തിരിച്ചറിയാൻ പറഞ്ഞാൽ വിഷമമാണ്. അത് കൂടി കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എത്ര ഈ പ്രതിശാഖാനാഡികൾ? 72,72,00,000 അല്ലേ? എന്താ പ്രയാസം? പ്രയാസമൊന്നുമില്ലല്ലോ. 10,100 ഗുണിക്കണം 72,000, 72,72,00,000. അപ്പൊ മൊത്തം നാഡികൾ എത്രയെന്ന് ചോദിച്ചാൽ, മുഖ്യനാഡികൾ 101, ശാഖാനാഡികൾ 10,100, പ്രതിശാഖാനാഡികൾ 72,72,00,000. ഇത്രയും ചേർന്നാൽ മനുഷ്യ ശരീരത്തിലെ നാഡികളായി. എന്നിട്ട് പറയാണ്, ആസു വ്യാനശ്ചരതി, ഇവയിൽ മൊത്തം വ്യാപിച്ചിട്ട് വ്യാനൻ ചലിക്കുന്നു. അപ്പൊ വ്യാനൻ ഇല്ലാത്തിടമില്ല. വ്യാനൻ ദേഹം മുഴുവൻ വ്യാപിച്ചിട്ടാണ്. ഒരിടം പോലും വ്യാനൻ ഇല്ലാത്തതില്ല. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന വ്യാനൻ. അങ്ങനെ വ്യാനൻ എന്ന പേര് തന്നെ വന്നത്. വ്യാപിച്ച് നിലകൊള്ളുന്നതാണ്. വ്യാപിച്ച് പ്രവർത്തിക്കുന്ന പ്രാണവിശേഷമാണ് വ്യാനൻ. അന, അതാണ് വ്യാനൻ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, പ്രത്യേകമായ സന്ധികളിലും മർമ്മങ്ങളിലുമൊക്കെ അവൻ കൂടുതലുണ്ടാവും വ്യാനന്റെ പ്രഭാവം. അത് ഇപ്പോൾ അതിസൂക്ഷ്മമായിട്ടുള്ള നാഡികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാനം ചലിക്കുന്നു വെച്ചാൽ രണ്ടും കൂട്ടിമുട്ടുന്നിടത്ത് അധികം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം. ഇങ്ങനെ സന്ധി മർമ്മ പ്രദേശങ്ങളിലൊക്കെ വ്യാനൻ കൂടുതലുണ്ടാവും. 2, ഈ വ്യാനനാണ് വീര്യവത് കർമ്മകർത്താ ഭവതീന. വീര്യവത്തായ കർമ്മങ്ങളെ ചെയ്യിക്കുന്നവൻ വ്യാനനാണ്. വ്യാനന്റെ പണി ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിച്ചു എന്നുണ്ടാവും ചില സമയത്ത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരം ശക്തി പ്രദർശനമൊക്കെ നമ്മളെ ഭാഗത്ത് തന്നെ ഉണ്ടായി എന്ന് വരും. വലിയ മതിലെടുത്ത് ചാടുക, ഇല്ലേ? അങ്ങനെ ഉണ്ടാവും. ഒരു എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശിവഗിരി മഠത്തിൽ പോയ സമയത്ത് അന്നായിരുന്നു അവിടെ ഈ പോലീസ് ആക്ഷനൊക്കെ ഉണ്ടായത്. PDP പെട്ട ആൾക്കാർ ശിവഗിരി മഠം പിടിച്ചെടുക്കാൻ വേണ്ടി സന്യാസി വേഷമൊക്കെ കിട്ടി വന്നുവല്ലോ, കാവ്യൊക്കെ കൊടുത്തിട്ട്. ലാത്തി ചാർജ് ഉണ്ടായി. അപ്പൊ ഇയാള് അവിടുന്ന് ഒരു മതിലെടുത്തൊരു ചാട്ടം ചാടി. ഇപ്പുറത്തുനിന്ന് നോക്കിയിട്ടാണ്, ഒയ്യോ ഇതെങ്ങനെയാ ഞാൻ ചാടിയത് എന്ന്. അയാൾ ഓഫീസ് വീട് എന്നല്ലാതെ വേറെ ലോകങ്ങളിലൊന്നും വലിയ ബന്ധമില്ലാത്ത ആളാ. അതിനെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നു എന്നല്ലാതെ കായികാധ്വാനമൊന്നും ഇല്ലാത്ത ആളാ. പക്ഷെ ഇയാളീ വലിയ മതിൽ ചാടിയിട്ട് ഇപ്പുറത്തെത്തിയിട്ടാ നോക്കണത്. ഞാൻ ചാടിയല്ലോ, ഇപ്പുറത്തെത്തിയല്ലോ. അതാരെ പരിപാടി? അതാണ് വ്യാനന്റെ പരിപാടി. ഇത് ചില സമയത്തൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും.
നമ്മളൊക്കെ ജീവിതത്തിൽ വ്യാനന്റെ ആ ഒരു പ്രഭാവം കാണുന്ന സന്ദർഭങ്ങൾ വരും. അപ്പൊ വീര്യവത് കർമ്മകർത്തൃത്വം വ്യാനനുള്ളതാണ്. അപ്പൊ എന്തായി? പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, 4 പറഞ്ഞു. ഇനി ഉദാനനെ കൂടി പറഞ്ഞാൽ പ്രാണവൃത്തികളായി. അധൈകയോർധ്വ ഉദാനഃ പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അധൈകയോർധ്വ ഉദാനഃ പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അഥ ഏകയാ ഊർധ്വഃ ഉദാനഃ. അപ്പൊ 101 നാഡികൾ പറഞ്ഞു. 101, 100ഉം 1ഉം. ആ 1ന് വിശേഷമുണ്ട്. ആ 1ആണ് സുഷുമ്നാ നാഡി. മറ്റ് നാഡികളൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. സുഷുമ്നാ നാഡിയുടെ വിശേഷം അതൊരു ഭാഗത്തേക്ക് ചെന്നങ്ങ് അവസാനിക്കുന്നതാണ്. അത് മൂർധാവിൽ വന്നിട്ട് അവിടെ അങ്ങ് അവസാനിക്കുക സുഷുമ്നാ നാഡി. ഈ സുഷുമ്നയ ഏകയ, സുഷുമ്ന വഴി ഊർധ്വ ഉദാനഃ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉദാനം നിൽക്കുകയാണ്. മറ്റെല്ലാ പ്രാണങ്ങൾക്കും നിത്യം പണിയുണ്ട്. പ്രാണൻ, സമാനൻ, വ്യാനൻ, അപാനൻ ഇവർക്കൊക്കെ എപ്പോഴും പണിയുണ്ട്. ഉദാനന് എപ്പോഴും പണിയില്ല. പക്ഷെ ജാഗ്രതയായിട്ടിരിക്കുകയാണ് അവൻ. അതിർത്തി കാക്കുന്ന സൈന്യം പോലെ. അവർക്ക് ദിവസം കവാത്തും പരിശീലനമൊക്കെ ഉണ്ടാവുന്നല്ലാതെ അല്ലാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉണ്ട്, ധാരാളം പണി അവർക്കുണ്ടില്ല എന്നല്ല. പട്ടാളക്കാർ ചെയ്യുന്നത് പോലെ പണി ആരാ ചെയ്യണേ? ഇഷ്ടംപോലെ പണിയുണ്ട്. എങ്കിൽ തന്നെയും പെട്ടെന്ന് യുദ്ധവും മറ്റും വരുമ്പോഴാണ് അവർക്ക് അധികം പണി വരുന്നത്. അതുപോലെയാണ് ഉദാനൻ. ഉദാനൻ അങ്ങനെ കാത്തുകെട്ടിയിരിക്കുക. എപ്പോഴാ പണി എടുക്കേണ്ടത് വെച്ചാൽ അപ്പോ തയ്യാറ്. എന്താ ഉദാനന്റെ പണി? പുണ്യേന പുണ്യം, പുണ്യം കൊണ്ട് പുണ്യത്തെ പ്രാപിപ്പിക്കുന്നു. പാപേന പാപം, പാപത്തെ കൊണ്ട് പാപത്തെ പ്രാപിപ്പിക്കുന്നു. ഉഭാഭ്യാമേവ മനുഷ്യലോകം, രണ്ടിന്റെയും സമഭാവത്തിൽ മനുഷ്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. അപ്പോൾ ഒരു ജീവൻ സഞ്ചയിച്ചിട്ടുള്ള പുണ്യം എങ്ങനെയുള്ളതാണ്? വലിയ പുണ്യമുണ്ട്. ഇപ്പൊ സുഖാനുഭവത്തിന് കാരണമായ വലിയ പുണ്യമുണ്ടെങ്കിൽ വലിയ സുഖാനുഭവം നേടാനുള്ള ദേവന്മാരുടെ ലോകത്തെ പ്രാപിപ്പിക്കും. ദേവന്മാർക്ക് വലിയ സുഖമാണ്, സുഖിയന്മാരാണ് അവർ, വലിയ സുഖമാണ്. അവ പുണ്യാധിക്യത്തിൽ ദേവയോനിയെ പ്രാപിപ്പിക്കും, പാപാധിക്യത്തിൽ പാപയോനികളെ പ്രാപിപ്പിക്കും. പാപയോനികൾ, തിര്യക്കുകൾ. തിര്യക്കുകൾ എന്ന് പറയുമ്പോൾ തിരശ്ചീനമായി സഞ്ചരിക്കുന്നവർ, തിരശ്ചീനമായി സഞ്ചരിക്കുന്നവർ. നമ്മൾ തിര്യക്കല്ല, നമ്മൾ തിരശ്ചീനമായിട്ടല്ല സഞ്ചരിക്കുന്നത്. തിരശ്ചീനമായിട്ടാണ് മറ്റെല്ലാ ജന്തുക്കളും സഞ്ചരിക്കുന്നത്. എല്ലാ ജന്തുക്കളും, മനുഷ്യനും വേണമെങ്കിൽ മനുഷ്യക്കുരങ്ങ് തുടങ്ങിയ സാധനങ്ങളെ കൂടി ചേർത്ത് പറയാം തിരശ്ചീനമല്ലാതെ സഞ്ചരിക്കുന്നത്. പക്ഷെ മനുഷ്യക്കുരങ്ങിനും തിരശ്ചീനമായി സഞ്ചരിക്കാൻ പറ്റും. നമ്മളെ തിരശ്ചീനമായി സഞ്ചരിപ്പിക്കരുതേ. ഇത് പ്രത്യേകിച്ച് പറയുന്നത് ചെറിയ മക്കളെയും വെച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ആൾക്കാരെ കൊണ്ടാണ്. ദയവ് ചെയ്ത് ചെയ്യരുതേ. ചെറിയ മക്കളെ ഇരുത്തിയിട്ട് മോട്ടോർ സൈക്കിളിന് പോകും. ദയവ് ഇത് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് അവർക്ക് സ്വയം ബാലൻസ് ചെയ്യാനുള്ള കഴിവെത്തട്ടെ, എന്നിട്ട് മതി മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകാൻ. ഇത് പലർക്കും ഇഷ്ടാവില്ല അത് പറഞ്ഞാൽ. ജനിച്ച ഉടനുള്ള കുട്ടീനെ എഴുതിയിട്ട് റോക്കറ്റ് പോണ പോലെ പോകും. തെറ്റാണ്. നമ്മളവരുടെ അച്ഛനായിരിക്കാം, നമ്മളവരുടെ അമ്മയായിരിക്കാം. പക്ഷെ അവർക്ക് എക്കാലത്തേക്കും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം നമുക്ക് ഇല്ല. അത് ഓർമ്മിച്ചാൽ നല്ലത്. സ്വയം ബാലൻസ് ചെയ്യാനുള്ള കഴിവായിട്ടേ കുട്ടികളെ മോട്ടോർ ബൈക്കിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ.
ഓർമ്മിച്ചാൽ നല്ലത്. കാരണം മനുഷ്യൻ തിരശ്ചീനമായി സഞ്ചരിക്കേണ്ട ജന്തുവല്ല. മനുഷ്യന്റെ നട്ടിൽ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ തിര്യക് യോനികള്, പ്രേതയോനികള്, സസ്യയോനികള്, അസുര യോനികള്, ഇതൊക്കെ താഴോട്ട് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് യോനികൾ താഴോട്ട്. മനുഷ്യയോനി മധ്യത്തിൽ, ദേവയോനികൾ ഉപരി. അപ്പൊ പുണ്യേന പുണ്യം നയതി, പാപേന പാപം നയതി, ഉഭാഭ്യാമേവ മനുഷ്യലോകം നയതി. ഉഭാഭ്യാം എന്ന് പറഞ്ഞാൽ പുണ്യപാപാഭ്യാം. പുണ്യപാപങ്ങളുടെ സമഭാവത്തിൽ, സമഭാവം എന്ന് പറഞ്ഞാൽ കൃത്യസമെന്നൊന്നും അർത്ഥമില്ല, ഒരുവിധം പുണ്യപാപങ്ങൾ മിശ്രമായി വരുമ്പോൾ മനുഷ്യയോനി. കാരണം മനുഷ്യന്മാരിൽ തന്നെ പുണ്യാധിക്യമുള്ളവരുണ്ട്, മനുഷ്യന്മാരിൽ തന്നെ പാപാധിക്യമുള്ളവരുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ 3 വിധ യോനികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഉദാനനാണ്. എപ്രകാരമാണോ പുഷ്പം തുടങ്ങിയ വസ്തുക്കളിൽ നിന്ന് സുഗന്ധത്തെ എടുത്തുകൊണ്ട് വായു സഞ്ചരിക്കുന്നത്, വായുർ ഗന്ധാനിവാശയാത്, ഭഗവത്ഗീത. അതേപോലെ സംസ്കാരങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് ഈ വായു, പ്രാണൻ ദേഹത്തിൽ നിന്ന് ദേഹാന്തരത്തിലേക്ക് പോകുന്നു. അതാണ്. അപ്പൊ പുണ്യേന പുണ്യം പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉത്തരം പറഞ്ഞു? ഒന്നാമത്തെ ചോദ്യം, പ്രാണൻ എവിടുന്നാണ് ഉണ്ടാകുന്നത്? മറുപടി, ആത്മനയേഷ പ്രാണോ ജായതേ. 2, കഥമായാത്യസ്മിൻ ശരീരേ. മറുപടി, മനോകൃതേനായാത്യസ്മിൻ ശരീരേ. ആത്മാനം വ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ. തന്നെ പലതായി വിഭജിച്ചിട്ട് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? മറുപടി പറഞ്ഞു, പായോപസ്ഥയപാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേതു സമാനഃ എന്ന് തുടങ്ങി 5 പ്രാണങ്ങളുടെയും വിഭജനക്രമത്തെ പറഞ്ഞു. ഇനിയോ, ഇനി എങ്ങനെയാണ് ഉത്ക്രമിക്കുന്നത്? എങ്ങനെയാണ് ബാഹ്യത്തെ ധരിക്കുന്നത്? എങ്ങനെയാണ് അധ്യാത്മത്തെ ധരിക്കുന്നത്? ഇത്രയുമാണ് ചോദ്യം. അതിൽ എങ്ങനെ ബാഹ്യത്തെയും അധ്യാത്മത്തെയും ധരിക്കുന്നു എന്നുള്ളതിനെ ചേർത്ത് പറയുന്നു. നോക്കൂ. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണമനുഗൃഹ്ണാനഃ പൃഥിവ്യാം യാ ദേവതാ സൈഷാ പുരുഷസ്യപാനമവഷ്ടഭ്യ അന്തരായദാകാശഃ സ സമാനോ വായുർവ്യാനഃ. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണഃ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണമനുഗൃഹ്ണാനഃ പൃഥിവ്യാം യാ ദേവതാ സൈഷാ പുരുഷസ്യപാനമവഷ്ടഭ്യ യദന്തരായദാകാശഃ സ സമാനോ വായുർവ്യാനഃ. ആദിത്യോഹ വൈ ബാഹ്യഃ പ്രാണഃ. പറയാണ്, ആദിത്യോഹ വൈ ബാഹ്യഃ പ്രാണഃ. നിശ്ചയമായും ആദിത്യനാണ് ബാഹ്യപ്രാണൻ. നേരത്തെയും പറഞ്ഞു, ആദിത്യൻ പ്രാണനാണെന്ന് നേരത്തെ പറഞ്ഞു, മറക്കരുത്, ഒന്നാമത്തെ പ്രശ്നത്തിൽ. ഇവിടെയും പറയാൻ ആദിത്യനാണ് ബാഹ്യപ്രാണൻ. അപ്പൊ നമുക്കുള്ളിൽ യാതൊരു പ്രാണനുണ്ടോ ആ പ്രാണനെ ബാഹ്യമായിട്ട് എവിടെ കാണുക? ആദിത്യനിൽ കാണുക. ഈ വെഷ്ടിയിൽ ഓരോ ദേവതയെയും നമുക്ക് സമഷ്ടിയിലും കാണാം. പ്രാണന്റെ ഓരോ ഭാവത്തെയും ഈ വെഷ്ടിയിൽ നാം എങ്ങനെ കാണുന്നു അങ്ങനെ സമഷ്ടിയിലും കാണാം.
എന്നിട്ട് പറയാണ്, ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണം അനുഗൃഹ്ണാനഃ. ചാക്ഷുഷമായ പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ ഉദിക്കുന്നു. അവൻ ഉദിക്കുന്നു. ചാക്ഷുഷമായ പ്രാണനെ, ചാക്ഷുഷം ചക്ഷുഷി ഭവം, കണ്ണിലുള്ളത്. അപ്പൊ കണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ടവൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, നമുക്ക് കാഴ്ചശക്തി വരുന്നു. മറ്റ് ഉപാധികളൊക്കെ തൽക്കാലം മറന്നേക്കുക. വിളക്കുകള്, വൈദ്യുത ദീപങ്ങള്, ഇതൊക്കെ തൽക്കാലം മറക്കുക. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നു, നമുക്ക് കാഴ്ച ലഭിക്കുന്നു. ഈ സൂര്യന്റെ തന്നെ ഭാവത്തെ പല പല പ്രകാരത്തിൽ പരിണമിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ സൂര്യൻ ഉദിക്കാത്തപ്പോഴും അനുഭവിക്കുന്നുണ്ട് വെളിച്ചത്തെ. അത് വേറെ വിഷയം. ഇപ്പൊ നമ്മളൊക്കെ പരസ്പരം കാണുന്നുണ്ട്, നമ്മുടെയൊക്കെ കണ്ണ് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇലക്ട്രിസിറ്റിയാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാ. ശരിയാ. പക്ഷെ അതിന്റെ ഈ മൂലം തേടിപ്പോയാൽ നമ്മൾ സൂര്യനിൽ എത്തിച്ചേർന്നേ മതിയാവും. സൂര്യനിൽ എത്തിച്ചേരണം. അപ്പൊ ഇവിടെ പ്രഭാതത്തിൽ സൂര്യോദയത്തിൽ കണ്ണ് കണ്ടു തുടങ്ങുന്നു എന്നുള്ള പ്രക്രിയയെ അല്ലെങ്കിൽ പ്രതിഭാസത്തെ നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് പറയാണ്, ഏനം ചാക്ഷുഷം പ്രാണം അനുഗൃഹ്ണാനഃ ഏഷ ഉദയതേ. ഈ ചക്ഷുഷീഭവമായിരിക്കുന്ന കണ്ണിലുള്ള പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ സൂര്യൻ ഉദിക്കുന്നു. അത് കഴിഞ്ഞ് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കാഴ്ച ഇല്ല. പിന്നെ വീണ്ടും അടുത്ത ഉദയത്തിൽ കാഴ്ചയായി. ഈ രീതിയിൽ രണ്ട്, പൃഥിവ്യാം യാ ദേവത, ഭൂമിയിൽ യാതൊരു അഭിമാനി ദേവതയുണ്ടോ? ഭൂമി അഭിമാനി ദേവത. ഭൂമിയിൽ യാതൊരു അഭിമാനി ദേവതയുണ്ടോ? സാ പുരുഷസ്യ അപാനമവഷ്ടഭ്യ, പുരുഷന്റെ അപാനവൃത്തിയെ അവസ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി അഭിമാനി ദേവത. ഈ ഭൂമി അഭിമാനി ദേവതയാണ് അപാനവൃത്തിയെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ അപാനനും ഭൂമി അഭിമാനി ദേവതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അപാനൻ പുറമേക്ക് തള്ളുന്നു. ആരെ? മലം, മൂത്രം തുടങ്ങിയ ഉപാധികൾ അല്ലെങ്കിൽ ദ്രവ്യങ്ങളെ, വിസർജ്യങ്ങൾ എന്ന് പറയാം. ഇത് താഴേക്ക് പോയില്ല വെച്ചാൽ എന്താ കഷ്ടം അല്ലേ? വലിയ പ്രശ്നം തന്നെയാണത്. വലിയ പ്രശ്നം തന്നെയാണ്. ശൂന്യാകാശ സഞ്ചാരികൾക്കൊക്കെ വലിയ പ്രയാസമുള്ളൊരു വിഷയം വിസർജനമാണ്. ഏറ്റവും അധികം അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വിവിധ ഭക്ഷണങ്ങളെ കഴിച്ച് വിസർജനം കുറയ്ക്കുന്നതിനുള്ള ഏർപ്പാടുകളാണ്. എന്നാലും മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ പാക്ക് ചെയ്ത് പുറമേക്ക് ഇടുന്നു. അതൊക്കെ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതേ, തമാശയല്ല, ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. വലിയ ബാഗുകളൊക്കെ ആവുമ്പോൾ തിളങ്ങും അത്രയവ, പ്രകാശിക്കും അത്ര. പ്രകാശിക്കുന്ന വസ്തുക്കളായിട്ട് അവ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഒക്കെ താഴത്തേക്ക് പോയിക്കോളും. കാരണം എന്താ? ഈ ഭൂമി അഭിമാനി ദേവത അപാനനെ അനുഗ്രഹിക്കുന്നതാണ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ ശരീരത്തെ സമതയിൽ നിലനിർത്തുന്നത് ഈ അനുഗ്രഹമാണെന്ന് ഭാഷ്യകാരൻ പറയുന്നു. മൂലത്തിലില്ല, ഭാഷ്യകാരൻ പറയുന്നുണ്ട് ഈ മന്ത്രത്തിൽ. ഈ ഭൂമി അഭിമാനി ദേവതയുടെ അനുഗ്രഹം വേണ്ട വിധത്തിൽ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് നിൽക്കാൻ കഴിയില്ലായിരുന്നു, അഥവാ അവൻ ചെരിഞ്ഞു വീഴുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ ഏത് കാലത്താണ് എഴുതി വച്ചിട്ടുള്ളതെന്ന്.
അപ്പോ പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യൻ, അപാനനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമി അഭിമാനി ദേവത. ഭൂമി അഭിമാനി ദേവത എന്ന് പറയുമ്പോൾ നമുക്ക് ലളിതമായിട്ട് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് മനസ്സിലാക്കാം. അതാണ് ഭൂമി അഭിമാനി ദേവത, ഗ്രാവിറ്റേഷനാണ്. പിന്നെ അന്തരായതാകാശഃ സ സമാനഃ വായുഃ വ്യാനഃ. നടുക്ക് യാതൊരാകാശമുണ്ടോ, അന്തരീക്ഷം, സ സമാനഃ വായുഃ വ്യാനഃ. അതാണ് ഈ ശരീരത്തെ സംബന്ധിച്ച് സമാനൻ എന്ന് മനസ്സിലായിക്കോളൂ. നടുക്ക് യാതൊരു അന്തരീക്ഷം, ഭൂമിക്കും ദ്വിലോകത്തിനും മധ്യത്തിലായിട്ടുള്ള അന്തരീക്ഷം പോലെ ഈ ശരീരത്തിൽ സമാനനെ മനസ്സിലാക്കുക. ഈ അന്തരീക്ഷത്തിൽ വ്യാപിച്ച് നിലകൊള്ളുന്നുണ്ട് വായു, ഒരിടത്ത് പോലും ഒഴിവില്ല. ഈ വായുവെ ഇതിനോട് തുലനം ചെയ്ത് മനസ്സിലാക്കുക, വ്യാനനോട് തുലനം ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ വ്യഷ്ടിയിലുള്ള പ്രാണന്റെ വകഭേദങ്ങളെ എങ്ങനെ സമഷ്ടിയിൽ കാണണം? പറഞ്ഞു, വ്യഷ്ടിയിലുള്ള പ്രാണനെ നീ സമഷ്ടിയിൽ സൂര്യനായി കാണൂ. വ്യഷ്ടിയിലുള്ള അപാനനെ നീ സമഷ്ടിയിൽ ഭൂമി അഭിമാനി ദേവതയായി കാണൂ. വ്യഷ്ടിയിലുള്ള സമാനനെ നീ അന്തരീക്ഷമായി കാണൂ. വ്യഷ്ടിയിലുള്ള വ്യാനനെ നീ സമഷ്ടിയിൽ വായുവായിട്ട് കാണൂ. വായുവായിട്ട് കാണൂ. വായുർവ്യാനഃ. അപ്പൊ ഉദാനനോ തേജോഹവ ഉദാനഃ തസ്മാദുപശാന്ത തേജാഃ പുനർഭവമിന്ദ്രിയൈർമനസി സമ്പദ്യമാനൈഃ. തേജോഹവ ഉദാനഃ തസ്മാദുപശാന്ത തേജാഃ പുനർഭവമിന്ദ്രിയൈർമനസി സമ്പദ്യമാനൈഃ. തേജോഹവ ഉദാനഃ. പുറമെയുള്ള സമഷ്ടിയിലുള്ള തേജസ്സിനെ നീ വ്യഷ്ടിതലത്തിൽ ഉദാഹരണമായിട്ട് മനസ്സിലാക്കുക. നേരത്തെ സൂര്യനെ പ്രാണെന്ന് പറഞ്ഞു. സൂര്യഗതമായ പ്രാണൻ നമുക്കറിയാം, തേജസ്. അത് കൂടാതെ സമഷ്ടിയിൽ യാതൊരു തേജസ് ഉണ്ടോ? അഗ്നിയിലൂടെയൊക്കെ അഭിവ്യക്തമാകുന്ന തേജസ്. അഗ്നി തേജസ് എന്ന് പറഞ്ഞിട്ടില്ല, അഗ്നിയിലൂടെ അഭിവ്യക്തമാകുന്ന തേജസ്, പ്രകടമാകുന്ന തേജസ്. ഈ സമഷ്ടിയിൽ യാതൊരു തേജസ് ഉണ്ടോ അതിനെ ഉദാനനെന്ന് മനസ്സിലായിക്കോളൂ. തസ്മാത് ഉപശാന്ത തേജാഹ. ശരീരത്തിൽ തേജസ് പോയാൽ, ഒരാളുടെ തേജസ് പോയാൽ നമ്മൾ പറയും പോയിട്ടോ, കഴിഞ്ഞു. അവസാനം വരെ നോക്കുക. അതാ സ്പന്ദനം നോക്കി, വായുവിന്റെ സ്പന്ദനമൊക്കെ നോക്കി അവസാനം നോക്കുന്നത് തേജസ്സാണ്. ഈ തേജസ്സിന്റെ ഓരോ സ്ഫുരണങ്ങൾ നോക്കിയിട്ട് വരെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? കണ്ണിൽ നോക്കി പറയും, ചെവിയിൽ പരിശോധിച്ചിട്ട്, ഓരോ കരണത്തിലൂടെയുമുള്ള തേജസ്സിന്റെ അഭിവ്യക്തി നോക്കിയിട്ട് ശരീരത്തിന്റെ സ്ഥിതി എന്താന്നുള്ളത് മനസ്സിലാക്കാം. അത് ചെയ്തിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. രണ്ട് ചെവിയും വിരലുകൊണ്ട് പൊത്തിപ്പിടിക്കുക, ശബ്ദം കേൾക്കണുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലാച്ചാൽ രണ്ടാഴ്ചയിലപ്പുറം പോവില്ല എന്നാ പറയുക. ചെവി ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തിയിട്ട്, അധികം അമർത്തിയിട്ട് അത് പൊട്ടിച്ചിട്ട് നമ്മളെ കുറ്റം പറയരുതേ, അങ്ങനെയല്ല. വായു അങ്ങോട്ട് അകത്തോട്ട് കടക്കാത്ത ജാതി പൊത്തിച്ചിട്ട്, അപ്പോൾ ഉള്ളിൽ നിന്ന് ചെറിയൊരു മൂളലുണ്ടെങ്കിൽ ഒക്കെ കൃത്യം ഫങ്ഷനിങ് ഒക്കെ. മൂളലില്ല എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ പറയും 2 ആഴ്ച കഷ്ടിയാണ്, അപ്പം അതിനുള്ളിലൊക്കെ ശരിയാക്കേണ്ടതൊക്കെ ശരിയായിക്കോളൂ പറയും. ഇതിന് 2 ആഴ്ചയെ കാലമുള്ളൂ. അതുപോലെ കണ്ണിന്റെ തേജസ് പോയി കഴിഞ്ഞാൽ ഏകദേശം പെട്ടെന്ന് തന്നെ കാര്യം പോകും.
പക്ഷെ ഇതൊന്നും ഒരു പൊതു നിയമമല്ല കേട്ടോ, ഒന്നും പൊതു നിയമമല്ല. കാരണം സർവാംഗങ്ങളിൽ നിന്ന് തേജസ് പോയിട്ടും ഹൃദയശത്ത് നിന്ന് തേജസ് പോവാത്ത ആൾക്കാരുണ്ട്. അതെ, അങ്ങനെ ഉണ്ട്. അതിപ്പോ എന്താ പറയാ, ഒന്നും പറയാൻ വയ്യ. സർവാംഗങ്ങളിൽ നിന്നും തേജസ് പോയി. കണ്ണ്, ചെവി, മൂക്ക് എല്ലാം പോയി. അംഗങ്ങളൊക്കെ ഇഴുകിപ്പോവാൻ തുടങ്ങി, അവയവങ്ങളൊക്കെ, മാംസമൊക്കെ അഴുകിപ്പോയി. പക്ഷെ ആള് പോകുന്നില്ല. എന്ത് ചെയ്യും? വലിയ പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ തമാശ തോന്നും, പക്ഷെ എന്നിട്ട് ജീവൻ പോണില്ല. അങ്ങനത്തെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഹൃദയത്തുള്ള തേജസ് പോണവരെ ഇരിക്കും. ഹൃദയത്ത് തേജസ് പോയാൽ നമ്മൾ പറയും കഴിഞ്ഞോ, ഉപശാന്ത തേജാഹ, തേജസ്സൊക്കെ പോയവനായി. പുനർഭവം, എന്തിനെ പ്രാപിക്കുന്നു? പുനർഭവത്തെ പ്രാപിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, പുതിയ കുപ്പായത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? മനസ്സി സമ്പദ്യമാനൈഹി ഇന്ദ്രിയൈഹി, മനസ്സിൽ ചെന്ന് ചേരുന്ന ഇന്ദ്രിയങ്ങളോടുകൂടെ പുതിയ കുപ്പായത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ആ പോക്ക്. സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളൊക്കെ സൂക്ഷ്മമായ മനസ്സിൽ, മനസ്സ് ചിത്തത്തിൽ, ഇങ്ങനെ ഓരോന്നും അതിന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് പോയിട്ട് ഈ സൂക്ഷ്മമായ സംസ്കാരം എടുത്തിട്ടാണ് അയാൾ പോണത്. അയാൾക്ക് ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിസൂക്ഷ്മമായ ചിത്തത്തിൽ വാസനാരൂപത്തിലാണ് സകലവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വാസനാമയമായതിനെ എടുത്തിട്ടാ പോണത്. അതിന്റെ അഭിവ്യക്തിയാണ് പിന്നെ അടുത്ത ജന്മത്തിൽ സംഭവിക്കുന്നത്. ദിവസവും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നില്ലേ? എന്നാലോചിച്ച് നോക്കൂ. ഇപ്പൊ ജാഗ്രത നമ്മൾ വിവിധ ദിശകളിൽ ചിന്തിക്കുന്നു, വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ സൂക്ഷ്മ രൂപത്തിലേക്ക് പോവുകയായി. നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ, അവിടുന്ന് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ കാരണരൂപത്തിലേക്ക് പോവുകയായി. പിന്നെ അടുത്ത ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സൂക്ഷ്മരൂപമായി, വീണ്ടും സ്ഥൂലരൂപമായി. സുഷുപ്തിയിലൊന്നും ഓർമ്മയില്ല. പിന്നെ വീണ്ടും ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഓരോന്ന് അഭിവ്യക്തമാവും. ഇന്ന പണി ചെയ്യാണ്ടല്ലോ, ഇന്ന് ചെയ്തു തീർക്കാണ്ടല്ലോ, ഇന്നിപ്പോ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞതാണല്ലോ, ഒക്കെ ചെയ്യാൻ തുടങ്ങി വീണ്ടും. ഇതുപോലെ തന്നെയാ മരണവും. കുപ്പായം മാറി പുതിയ കുപ്പായത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ബാക്കിയുണ്ടല്ലോ, അതൊക്കെ ചെയ്യണമല്ലോ എന്ന് വേഗം ഉള്ളെന്നുള്ള പ്രേരണയായി. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ച് ബാഹ്യങ്ങളായ സംവേദനങ്ങളെ ഉൾക്കൊള്ളുന്നു, പ്രതികരണങ്ങളെ മെനഞ്ഞെടുക്കുന്നു, ഒക്കെ അതിനനുസരിച്ചാ. അപ്പൊ പുനർഭവം മനസ്സി സമ്പദ്യമാനൈഹി ഇന്ദ്രിയൈഹി, മനസ്സിൽ സമ്പന്നങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളോടുകൂടെ പുനർഭവത്തെ പ്രാപിക്കുന്നു. എപ്പോ ഉപശാന്ത തേജസ്കൻ ആകുന്നുവോ. കാരണം തേജസ് ഉദാഹരണമാണ്. സമഷ്ടിയിലെ തേജസ്സാണ് വ്യഷ്ടിയിലെ ഉദാഹരണം. എന്നിട്ടോ എങ്ങനെയാണ് ഉദാഹരണം കൊണ്ടുപോണത്? യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി പ്രാണസ്തേജസാ യുക്തഃ സഹാത്മനാ യഥാ സങ്കൽപ്പിതം ലോകം നയതി. യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി പ്രാണസ്തേജസാ യുക്തഃ സഹാത്മനാ യഥാ സങ്കൽപ്പിതം ലോകം നയതി. യച്ചിത്തഃ, യാതൊന്ന് ചിത്തത്തിൽ സ്മൃതി രൂപത്തിൽ സംസ്കാര രൂപത്തിൽ ദൃഢമാണോ? ഒന്നുകൂടി പറയാം. സ്മൃതി രൂപത്തിൽ സംസ്കാര രൂപത്തിൽ യാതൊന്ന് ചിത്തത്തിൽ ദൃഢമാണോ? തേന ഏഷ പ്രാണമായാതി, അതിനെ കൊണ്ട് അതിനോടുകൂടെ ഈ പ്രാണൻ പോകുന്നു. അതുകൊണ്ടാണ് നല്ല ചിന്തകളെ ചെയ്തിരിക്കുക എന്ന് പറയുന്നത്, നല്ല സംസ്കാരങ്ങളെ ശേഖരിച്ചു വയ്ക്കൂ എന്ന് പറയുന്നത്. കാരണം ഏതാണോ ആ സമയത്ത് ഉണ്ടാവുന്ന സംസ്കാരം അതിനനുസരിച്ചാണ് പോക്ക്. അതിനെയും കൊണ്ടാ പോകുന്നത്. ഓർമ്മിച്ചാൽ തരക്കേടില്ല. എപ്പോഴാ പോകേണ്ടി വരിക എന്നിപ്പോൾ നമുക്ക് ആർക്കും അറിയില്ലല്ലോ.
അപ്പം അതുകൊണ്ട് എപ്പോഴും തയ്യാറായാൽ നല്ലതല്ലേ? അല്ലേ? എന്തായാലും പോണം. ഇത് എപ്പോഴും മരിക്കാൻ തയ്യാറായിരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്ത് കുശലതയോടുകൂടി ഇരിക്കുക. പക്ഷെ ഓർമ്മിക്കുക, എപ്പോൾ വേണമെങ്കിലും വിളി വരാം. അപ്പം അവിടെയാണത് പാക്ക് ചെയ്തിട്ടില്ല, എവിടെയാണത് അത് പാക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. എല്ലാം കൂടി വാരി വലിച്ചിട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ വണ്ടി കയറുമ്പോൾ, പോത്താണ് അതിൻ്റെ പുറത്ത് കയറുമ്പോൾ ഒക്കെ അവിടെ ഇവിടെ ചെതറി വീണു എന്നൊക്കെ വരാം. പിന്നെ നമുക്കത് എടുക്കാനെന്നുള്ളത് നിന്ന് തരില്ല. അത് ബുദ്ധിയുള്ളവരെന്താ ചെയ്യാച്ചാൽ ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കും. ഒക്കെ സൂക്ഷ്മ രൂപത്തിലാണ്. അതുകൊണ്ട് ഈ ചിത്തത്തിൽ യാതൊരു സംസ്കാരമാണോ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അതിനെ കൊണ്ട് പ്രാണൻ പോകുന്നു. അപ്പം നല്ലത് ശേഖരിച്ചു വെക്കുക. വേറെ ആരുമല്ല നമുക്ക് ഉണ്ടാക്കി തരുന്നത്, വേറെ ആരുമല്ല. നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞു തരും. ഭഗവാൻ എന്നെ കൊണ്ട് എന്തൊക്കെയാ തോന്നിപ്പിക്കണം അതൊക്കെ ഞാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്ന് വരും. അത് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കാൻ നമുക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? അത്ര നമ്മൾ ഈശ്വരീയമായ ഭാവം മാത്രം നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തെ നേടിയിട്ടുണ്ടോ? എങ്കിൽ ശരിയാണ്. അല്ലാത്ത കാലത്തോളം നമ്മളുടെ വാസനാജാലം അനുസരിച്ച് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ഓർമ്മിച്ചാൽ നല്ലത്. അപ്പൊ ഏതു തരം സംസ്കാരത്തെ അന്ധകരണത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നോ അതിന്റെ സൂക്ഷ്മഭാവം ചിത്തത്തിൽ വന്നു. ആ ചിത്തത്തെയും കൊണ്ടാണ് പ്രാണൻ പോണത്. അപ്പൊ പ്രാണന്റെ അടുത്ത് വലിയ ഭാണ്ഡമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് വലിയ സംസ്കാരങ്ങളുടെ വലിയ ഭാണ്ഡം ഉണ്ടാവും പ്രാണന്റെ അടുത്ത്. ഒന്നുമില്ല. ഇയാൾക്ക് വലിയ ഭാരമൊന്നുമില്ല. ഇത് വളരെ ചെറിയ ഒരു എന്താ പറയുക, ഇന്നിപ്പോ മൈക്രോ ചിപ്പ് എന്നൊക്കെ പറയണത് പോലെ അത്രയും സൂക്ഷ്മമായിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എത്ര ചെറിയ ചിപ്പാന്ന് ആർക്കും പറയാൻ വയ്യ, അത്ര ചെറുതാ. അതിലപ്പതൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ഇതാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലായി. അതിന്റെ അഭിവ്യക്തി അടുത്തതിലായി. അടുത്ത യന്ത്രത്തിൽ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അഭിവ്യക്തിയായി. അത്രയേ ഉള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. സൂക്ഷ്മമായതിൽ സ്ഥൂലത്തിന്റെ ഭാവം, ഈ സൂക്ഷ്മമായതിന് സ്ഥൂലം പ്രകടമാകുന്നു. വീണ്ടും അത് സൂക്ഷ്മത്തിലേക്ക് പോകുന്നു. ഈ രീതിയിലാ സംസ്കാരങ്ങൾ ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരാൾ പറഞ്ഞു, സ്വാമി, ഞാൻ സ്വാമിക്ക് ഒരു 10-12,000 പുസ്തകങ്ങൾ തരാം. വളരെ സന്തോഷം, തന്നോളൂ. മൊത്തം എത്ര ഉണ്ട്? മൊത്തം ഒരു 8 GB ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. 12,000-ലധികം പുസ്തകങ്ങളുണ്ട് അത്ര. വേദവും വൈദിക ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം കൂടി 8 GB ഉള്ളൂ എന്നാണ് പറയണത്. അത് കൊണ്ടുവരട്ടെ, എന്നിട്ടല്ലേ നോക്കുക 12,000 ഉണ്ടോന്നൊക്കെ. അത്രയ്ക്കധികം ഗ്രന്ഥങ്ങളാണ്. സകല ഉപവേദങ്ങൾ, വേദാന്തങ്ങൾ എല്ലാം ചേർന്നത്. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇപ്പോൾ ഒരു അളമാരിൽ വെക്കാൻ വെച്ചാൽ എത്രയാവും? ഈ ഹോളും മതിയാവില്ല, ഇതിന്റെ അപ്പുറവും മതിയാവില്ല. അതാണ് ഇത്ര കാണാൻ മാത്രം ഇല്ലാത്തൊരു ജിപ്പിലാക്കിയിട്ട് തരണത്. ഇതും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അഭിവ്യക്തമാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അയാൾക്ക് പ്രിന്റ് ചെയ്ത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കടലാസിലാക്കി പ്രിന്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ലക്ഷം പേജ് ഉണ്ടാവും? ചിന്തിച്ചു. അത്രയേ ഉള്ളൂ. അതുപോലെ ഈ സൂക്ഷ്മ സംസ്കാരമാണ് അടുത്ത ശരീരത്തിൽ വരുമ്പോഴത്തേക്ക് ഉടനെ അത് സ്ഥൂലതയെ പ്രാപിച്ചു. ഈ സ്വഭാവമൊക്കെ പ്രകടമായി. ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാനാവുമ്പോഴത്തേക്ക് എങ്കിലും നല്ലൊരു സംസ്കാരം ഉണ്ടാക്കി വെക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. എന്താ ഉള്ളത് ചാപ്പ കൊണ്ടുപോകും. നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം സമയം കിട്ടില്ല. ഇതിന് സമയം കിട്ടില്ല. അവിടെ ആദ്യം ശരിയാക്കി വെച്ചാൽ നല്ലത്. യച്ചിത്തഃ തേന യേഷ പ്രാണമായാതി. ഓർമ്മിക്കുക. പ്രാണസ്തേജസായുക്ത. പ്രാണൻ ഉടനെ ഉദാനനോട് കൂടി ചേർന്നു. പ്രാണന്റെ പണി ഇതുവരെയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പ്രാണൻ പോയില്ല. പ്രാണവൃത്തി ഉദാനവൃത്തിയിൽ ചേർന്നു. ഇനി ഉദാനനാണ് ദേഹാന്തരത്തിലേക്ക് കൊണ്ടുപോണത്.
ഇവിടെ ഉദാഹരണ അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ, അത് ഓർമ്മിക്കണം. അവന്റെ പേരാണ് ധനഞ്ജയൻ. അയാളെ പറ്റി മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ധനഞ്ജയനാണ്. പൊതുവെ ഇവിടെ ഇപ്പോൾ പഞ്ചപ്രാണങ്ങളെയേ പറയുന്നുള്ളൂ, അസിസ്റ്റന്റുമാരെയൊന്നും പറഞ്ഞിട്ടില്ല. കൂർമൻ, കൃകരൻ, നാഗൻ, ധനഞ്ജയൻ, ദേവദത്തൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരെ പറ്റിയൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല. അത് പിന്നെ മുഖ്യപ്രാണനെ പറഞ്ഞാൽ അതിൽ അന്തർഭവിച്ചു എന്നുള്ളതാണ്. ശരി, അപ്പൊ ഇവര് പോകുന്നു. ഇതിൽ വലിയൊരു പ്രയാസമുണ്ട്. ഈ എത്ര സൂക്ഷ്മമായിട്ടുള്ള ചിപ്പിലാക്കിയതാണെങ്കിലും ശരി, മേലുദ്യോഗസ്ഥൻ ബാഗൊന്നും തൂക്കി പോകാറില്ല. അത് അസിസ്റ്റന്റ് കൂടെ കൊണ്ടുപോകണം. അപ്പൊ അസിസ്റ്റന്റ് കൂടെ പോകണില്ലെങ്കിലോ അത് വിഷമല്ലേ? ഇല്ലേ? എന്താ അഭിപ്രായം? വലിയൊരു പ്രശ്നമാണിത്. സ്വാമി വേണ്ടാത്തൊന്നും പറയല്ലേ മനുഷ്യന്. അതെ, അതിപ്പോ ഇത്രയും നല്ല വിഷയങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും കൊരുക്കാത്ത മനസ്സ് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിലങ്ങ് കൊരുക്കും. അതിന്റെ ആവശ്യമില്ല. മറ്റു ചിന്ത പോലെ തന്നെയാണ് പ്രേതസംബന്ധിയായ ചിന്തയും. അതിന് വിശേഷമൊന്നുമില്ല, വിശേഷം കൽപ്പിക്കേണ്ട ആവശ്യമില്ല. 84 ലക്ഷം ജീവജോനിയില്ലേ, എല്ലാത്തിനെക്കുറിച്ചും നമുക്കറിയോ, പിന്നെന്താ ഇതിന് വിശേഷം കൽപ്പിക്കണേ? പക്ഷെ ഇതൊരു പ്രശ്നം തന്നെയാണ്. ഉദാഹരണ അസിസ്റ്റന്റ് കൂടെ പോകണില്ല വെച്ചാൽ അവൻ ഈ ദേഹത്തിനെ ചുറ്റിപ്പിടിച്ച് നടക്കുകയാണെങ്കിൽ വിഷമം തന്നെ. അതുകൊണ്ട് ഇവന്റെ കൂടെ അവനെയും പറഞ്ഞയക്കണം. അതുകൊണ്ട് ദേഹസംബന്ധിയായ അറ്റാച്ച്മെന്റ് വെക്കാതിരിക്കുക, എന്നാ പ്രശ്നമില്ല. ദേഹസംബന്ധിയായിട്ട് അറ്റാച്ച്മെന്റ് വെച്ചിട്ടുണ്ടോ എന്നാ ബാക്കിയുള്ളവരുടെ പണിയാണ് ഉടനെ കത്തിച്ചിട്ട് വിട്ടേക്കുക. ഉടനെ കത്തിക്കുക, കഴിയുന്ന വേഗത്തിൽ, എത്ര വേഗം അത്ര വേഗം. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്നേഹമുള്ളവരാണെച്ചാൽ പെട്ടെന്ന് കത്തിക്കണം. ഏറ്റവും നല്ല 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ. മകൻ ആഫ്രിക്കയിൽ നിന്ന് വരാനുണ്ട്, മകൾ അമേരിക്കയിൽ നിന്ന് വരാനുണ്ടെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ആവശ്യമില്ല. അവർക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കണം എന്നുള്ളത്. പിന്നെന്താ, വേഗം കത്തിച്ചേക്കുക, അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ദേഹതാതാത്മ്യത്തിന് അപ്പുറത്തേക്ക് എത്തിയ ആൾക്കാരായിരിക്കണം. ആ പ്രശ്നമൊന്നുമില്ല. അതിരിക്കട്ടെ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് പ്രാണഹ തേജസായുക്ത, പ്രാണൻ ഉദാനനോടുകൂടെ ചേരുന്നു. എന്നിട്ടോ സഹ ആത്മന, ഈ ആത്മഭാവത്തോടുകൂടെ, ആത്മാവിനോടുകൂടെ യഥാസങ്കല്പിതം ലോകം നയതി, ഏത് തരം സങ്കല്പമാണോ ഉള്ളിലുള്ളത് ആ ലോകത്തെ പ്രാപിക്കുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ ദൃഢമായി എന്തിനെ സങ്കല്പിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അതിനെ പ്രാപിക്കുന്നത് അനുഭവത്തിൽ വരും. നമ്മൾ തന്നെ സ്വന്തം ജീവിതം അപഗ്രഥിച്ചു നോക്കൂ. ചെറുപ്പത്തിൽ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള പലതും ഇതിനകം നമുക്ക് ജീവിതത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ലാത്തത് വന്നു ചേരും, ഉറപ്പൊന്നുമില്ല, സംശയമില്ല, വരും. പലർക്കും പല അനുഭവം ഉണ്ടാവും. സ്വയം നമ്മൾ അത്രക്കൊക്കെ അപഗ്രഥിക്കാറുണ്ടോ ജീവിതത്തെ? ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഓരോ അനുഭവം വരുമ്പോഴും ഇത് നമ്മൾ ചെറുപ്പത്തെ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ, ഇത് ചെറുപ്പത്തെ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നലുണ്ടാവും. അപ്പൊ ബാക്കിയൊക്കെയോ ഇനി വരാനിരിക്കുന്നു, അങ്ങനെ പോകും. യഥാസങ്കല്പിതം. പഠിക്കണമെന്ന് ദൃഢമായി സങ്കല്പിച്ചവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഏതും ഇന്നതൊന്നുമില്ല. അപ്പൊ എന്താണോ നമ്മൾ ദൃഢമായി സങ്കല്പിക്കുന്നത് നമുക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് ശുദ്ധമായി ഉയർന്ന സങ്കല്പങ്ങളെ വളർത്താൻ നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കണമെന്ന് പറയുന്നത്. തന്മേ മന ശിവ സങ്കല്പമസ്തു, എന്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കല്പത്തോട് കൂടിയത് ആകണമേ. വേദത്തിൽ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ്. എന്റെ മനസ്സ് ശിവസങ്കല്പത്തോട് കൂടിയതാകണമേ, മംഗളമായ സങ്കല്പത്തോട് കൂടിയതാവണമേ. ഒരിക്കലും എന്റെ മനസ്സിൽ അശിവമായ സങ്കല്പം വരരുതേ. അശിവമായ സങ്കല്പം വന്നാലോ ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് വന്നു ചേരും. ചിലപ്പോ ചില ചിത്തവൈകല്യത്തിന്റെ ഫലമായിട്ട് നമ്മൾ നമുക്കുണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ചില സങ്കല്പങ്ങൾ നമ്മൾക്ക് വരാറുണ്ട്. നമുക്കാർക്കും ഇഷ്ടമല്ലാത്ത, ഇങ്ങനെ സംഭവിക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന തരം സങ്കല്പങ്ങളെ നമ്മൾ ചിലപ്പോൾ വളർത്താറില്ല. ചിലരൊക്കെ അങ്ങനെ വളർത്താറുണ്ട്. ഒരാവശ്യം ഉണ്ടാവില്ല. സൂക്കളായൊക്കെ കിടന്നാൽ എന്താവും? ആവും, സൂക്കളായി കിടക്കും, സംശയമൊന്നുമില്ല. ഒരാവശ്യമില്ലാണ്ട് സങ്കല്പിച്ചാൽ അത് വരും.
ഇന്നല്ലെങ്കിൽ നാളെ വരും. സംശയമില്ലാത്ത വിഷയമാണ്. അങ്ങനെയായാലോ, ഇയാൾ ഇങ്ങനെ ചെയ്താലോ, എന്നെ അങ്ങനെ ഇയാൾ ചെയ്താലോ, എല്ലാ സങ്കല്പിക്കുന്നതൊക്കെ വന്നു ചേരും. പക്ഷെ ഒരു ജനനം മുതൽ ഒരു മരണം വരെയുള്ള കാലയളവിൽ എല്ലാ സങ്കല്പങ്ങളും വന്നു ചേരില്ല. അതങ്ങനെ തുടർന്നു പോകും. നമ്മൾ സങ്കല്പിക്കുന്നതല്ലാത്തൊന്നും നമുക്ക് വരില്ല. അതുകൊണ്ട് ശുഭസങ്കല്പം എല്ലാവരും ശീലിക്കേണ്ടതാണ്. അതിനുള്ള മന്ത്രമാണ് തന്മേ മനഃ ശിവസങ്കല്പമസ്തു. ശുക്ല യജുർവേദ സംഹിതയിൽ 6 മന്ത്രങ്ങളുള്ള സൂക്തമാണ് ശിവസങ്കല്പ സൂക്തം. എല്ലാവരും അത് പഠിക്കേണ്ടതാണ്. യജാഗ്രതോ ദൂരമുദൈതി ദൈവം തതു സുപ്തസ്യ തഥൈവ യേതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃ ശിവസങ്കല്പമസ്തു എന്ന് തുടങ്ങുന്ന 6 മന്ത്രങ്ങൾ. ചെറുപ്പത്തിലേ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ സങ്കല്പങ്ങൾ എപ്പോഴും ശുദ്ധമാവണം. നമുക്കൊരു സ്വഭാവമുണ്ട്, വേണ്ടാണ്ട് സങ്കല്പിക്കും, അശുഭം സങ്കല്പിക്കും. എന്നിട്ട് കഷ്ടമാണ് അശുഭം അങ്ങനെ വന്നു ചേരുക തന്നെ. എപ്പോഴും ശുഭം മാത്രം സങ്കല്പിച്ച് ശീലിക്കണം. ശ്രദ്ധിക്കുക. ഏതായാലും എന്താണോ സങ്കല്പം അതിനനുസരിച്ച് ലോകത്തെ പ്രാപിപ്പിക്കുന്നു. യ ഏവം വിദ്വാൻ പ്രാണം വേദ നഹാസ്യ പ്രജാഹീയത്തെ അമൃതോ ഭവതി തദേശ ശ്ലോകഃ. യ ഏവം വിദ്വാൻ പ്രാണം വേദ നഹാസ്യ പ്രജാഹീയത്തെ അമൃതോ ഭവതി തദേശ ശ്ലോകഃ. പറയാണ് യ ഏവം വിദ്വാൻ പ്രാണം വേദ. യാതൊരു വിദ്വാൻ ഇപ്രകാരം പ്രാണനെ അറിയുന്നുവോ. എപ്രകാരം? ഒന്ന്, പ്രാണനാണ് ശരീരത്തിൽ ഏറ്റവും വരിഷ്ഠൻ. 2, ആത്മാവിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു. പിന്നെ എങ്ങനെയാണ് പഞ്ചധ ആത്മാനം പ്രവിഭജ്യ പ്രാതിഷ്ഠതേ, 5 തന്നെ സ്വയം പിരിച്ചു നിലകൊള്ളുന്നത് എങ്ങനെയാണ് ശരീരത്തിലേക്ക് വന്നു ചേരുന്നത്? മനോകൃതേനായാത്യസ്മിൻ ശരീരെ. എങ്ങനെയാണ് ഉത്ക്രമിച്ചു പോകുന്നത്? യച്ചിത്തഃ തേന ഏഷ. യാതൊരു സംസ്കാരത്തെ സഞ്ചയിച്ചോ അതിനെ മുഴുവൻ ചേർത്ത് പ്രാണനോട് ചേരുകയും പ്രാണൻ ഉദാനനോട് കൂടെ ചേരുകയും ചെയ്തിട്ട് ദേഹം വിട്ടുപോകുന്നു. എങ്ങനെയാണ് ബാഹ്യമായതിനെയും അധ്യാത്മത്തെയും ധരിക്കുന്നത്? ബാഹ്യമായതിനെ പറഞ്ഞു സൂര്യൻ തുടങ്ങിയിട്ട് ഭൂമി, അന്തരീക്ഷം, വായു, തേജസ്. എങ്ങനെയാണ് ആന്തരികം? അതിൽ തന്നെ പ്രാണൻ, അപാനൻ തുടങ്ങി ഓരോന്നിന്റെയും അധ്യാത്മ പരിച്ഛേദവും പറഞ്ഞു. ഇങ്ങനെ പ്രാണന്റെ ബാഹ്യപരിച്ഛേദവും അധ്യാത്മ പരിച്ഛേദവും മനസ്സിലാക്കുക. 2 വിഷയമായി. എങ്ങനെയാ പോണതെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കുക. പ്രാണന്റെ 5ആയിട്ടുള്ള വിഭജനം മനസ്സിലാക്കുക. പ്രാണൻ ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏവം വിദ്വാൻ പ്രാണം വേദ. ഇങ്ങനെ യാതൊരു വിദ്വാൻ പ്രാണനെ അറിയുന്നുവോ. വ്യക്തമാണല്ലോ. ഈ പറഞ്ഞ 3-ാം പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം ആര് പ്രാണനെ അറിയുന്നുവോ നഹാസ്യ പ്രജാഹീയതേ, അവന്റെ പ്രജ ഒരിക്കലും നശിക്കുന്നില്ല. അവന്റെ സന്തതി പരമ്പര ഒന്നുകിൽ പുത്ര, പൗത്ര, പൗത്ര അങ്ങനെ പോവും. അല്ലെങ്കിൽ ശിഷ്യ, പ്രശിഷ്യ, തച്ഛിഷ്യ അങ്ങനെ പോവും. അവന്റെ പരമ്പര, അവന്റെ പ്രജകൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. മക്കളുണ്ടാവും, മക്കൾക്ക് മക്കളുണ്ടാവും, മക്കൾക്ക് മക്കളുണ്ടാവും, അങ്ങനെയാണ് പോകും. അല്ലെങ്കിൽ ശിഷ്യര് പ്രശിഷ്യര് അങ്ങനെ പോകും. അല്ലെങ്കിൽ ഇത് മുടങ്ങിപ്പോവും, എവിടെയെങ്കിലും വെച്ച് മുടങ്ങിപ്പോവാം. മക്കളുണ്ടാവാതിരിക്കാം, അഥവാ ശിഷ്യന്മാരുണ്ടാവാതിരിക്കാം, അങ്ങനെ വരാം. ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇതൊരു ഫലശ്രുതിയാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഫലശ്രുതിയിൽ. എന്നാലും നമുക്ക് പറയാലോ അങ്ങനെയുണ്ട്. പ്രശ്നോപനിഷത്ത് 3-ാം പ്രശ്നം പഠിച്ചാൽ സന്തതി പരമ്പര മുടങ്ങിപ്പോവില്ല.
ഒരു ഫലശ്രുതി. ശരി, അതിലുപരിയായിട്ട് അമൃതോ ഭവതി, അമൃതനായി ഭവിക്കുന്നു, മരണധർമ്മത്തിനുപരി എത്തിച്ചേരുന്നു. അവന് പ്രാണനെ മനസ്സിലാക്കിയാൽ അവൻ മരണധർമ്മത്തിനുപരി എത്തുന്നു, അവൻ അമൃതനായി ഭവിക്കുന്നു. ഈ വിഷയത്തിൽ, ഈ അർത്ഥത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം, ഈ അർത്ഥത്തിൽ സംഹിതാ മന്ത്രം ഉണ്ട്, സംഹിതയിൽ മന്ത്രമുണ്ട്. എന്താണ് സംഹിതയിൽ മന്ത്രം? അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.